Welcome back, my dear students. Welcome to our physics class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി ഫ്രം സീ ആണ്. കടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി. കടൽ നമുക്ക് എനർജി തരുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായും അല്ലേ. വാട്ടറാണ്. വാട്ടറിൽ നിന്ന് നമുക്ക് എനർജി എന്തായാലും കിട്ടാതിരിക്കില്ല. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഭൂമിയിൽ 71% ഓഫ് എർത്ത് ഈസ് കണ്ടെയ്ൻസ് വാട്ടർ. സോ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ എർത്ത്. അത് തന്നെയാണ് ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രത്തോളമുള്ള ഈ ഒരു വാട്ടർ എനർജീനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ കൈൻഡ് അല്ലെങ്കിൽ മാനവരാശിക്ക് അത് ഭാവിയിൽ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എനർജീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു വാട്ടർ എനർജി ഫ്രം സീനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എനർജി ഫ്രം സീന് നമുക്ക് 6 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. 6 തരത്തിൽ കടലിൽ നിന്നുള്ള എനർജീനെ ഉപയോഗിക്കാൻ പറ്റും. ആദ്യത്തെ തരം എന്ന് പറയുന്നത് ഓഷ്യൻ തെർമൽ എനർജി. ഓഷ്യൻ തെർമൽ എനർജി. So what is meant by this ocean thermal energy? It is the energy available due to the temperature difference between the deeper level and surface of ocean. It is called ocean thermal energy. It is energy available due to the temperature difference between deep level of sea and surface of the ocean. It is called the ocean thermal energy. 2 ലെവല്, കടലിൻ്റെ അല്ലെങ്കിൽ ഓഷ്യൻ്റെ 2 അടിത്തട്ടുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എനർജീനെ പറയുന്ന പേരാണ് ഓഷ്യൻ തെർമൽ എനർജി എന്ന്. ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീപ്പർ ലെവൽ ആൻഡ് സർഫസ് ഓഫ് ഓഷ്യൻ. ഇറ്റ് ഈസ് ദി ഓഷ്യൻ തെർമൽ എനർജി. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഓഷ്യൻ ടൈഡൽ എനർജി. ഓഷ്യൻ ടൈഡൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ടൈഡ്സ് ആർ മീൻസ് ടു ബി നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് തിരമാലകൾ അല്ലേ. ആ തിരമാലകൾ കൊണ്ട് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എനർജീനെ പറയുന്ന പേരാണ് ഓഷ്യൻ ടൈഡൽ എനർജി. മെയിനായിട്ട് കടലിലെ വലിയ തിരമാലകളും അതേപോലെ താഴ്ന്ന തിരമാലകളും ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് മൂൺ അല്ലേ. ഹൈ ടൈഡും ഈ ലോ ടൈഡും. ഈ ഹൈ ടൈഡും ലോ ടൈഡിനും നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can create electricity or we can convert into any forms of energy too. So we can say that it likes in this way that the movement of water due to the high tide and low tide always provides us large amount of energy, and that energy is known as the ocean tidal energy. ആ എനർജീനെ പറയുന്ന പേരാണ് ഓഷ്യൻ ടൈഡൽ എനർജി. ഹൈ ടൈഡ് ലോ ടൈഡൊക്കെ കാരണം കൊണ്ടുണ്ടാകുന്ന ലാർജ് എമൗണ്ട് ഓഫ് എനർജീനെ പറയുന്ന പേരാണ് ഓഷ്യൻ ടൈഡൽ എനർജി. ഇനി അടുത്ത എനർജി എന്ന് പറഞ്ഞത് ചെയ്യുന്ന കിട്ടുന്ന അടുത്ത മൂന്നാമത്തെ എനർജി എന്ന് പറയുന്നത് സീ വേവ് ആണ് കേട്ടോ. സീ വേവ് എനർജി. എന്താണ് ഈ സീ വേവ് എനർജി എന്നറിയണ്ടേ? It is energy obtained from the high-speed sea waves in referred to as sea wave energy. It is energy obtained from high-speed sea waves is referred to as
സീ വേവ് എനർജി. അപ്പോൾ ഈ ഹൈ സ്പീഡായിട്ടുള്ള സീ വേവ്സിന് എന്ത് പ്രത്യേകത ഉണ്ടാകും? ദേ വിൽ ഹാവ് എ മോർ കൈനറ്റിക് എനർജി. ദേ വിൽ ഹാവ് എ ലോട്ട് ഓഫ് കൈനറ്റിക് എനർജി. സോ വി ക്യാൻ യൂട്ടിലൈസ് ദിസ് kinetic energy to drive the dynamos which convert kinetic energy into the mechanical energy. അപ്പോൾ ഈ സീ വേവ് എനർജിയെ നമുക്ക് ഒരു ഡൈനാമോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എനർജീനെ എന്ത് ചെയ്യും? ഡൈനാമോ എന്ത് ചെയ്യും? ഈ ഒരു കൈനറ്റിക് എനർജീനെ ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യിക്കാൻ സഹായിക്കും അല്ലേ? അപ്പം അങ്ങനെയും നമ്മൾ കടലിൽ നിന്ന് വരുന്ന ഊർജത്തിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഊർജ്ജമാണ് സീ വേവ് എനർജി. Okay, we are converting kinetic energy of the sea waves into electrical energy. അപ്പം നമ്മൾ എനർജി ഫ്രം സീയിൽ 3 തരം എനർജീസാണ് ഇപ്പോൾ പറഞ്ഞത്. ആദ്യത്തേത് ഓഷ്യൻ തെർമൽ എനർജി, രണ്ടാമത് ടൈഡൽ എനർജി, ഹൈ ടൈഡ് ലോ ടൈഡൊക്കെ വെച്ച് കണക്കാക്കി എടുക്കുന്ന എനർജി, പിന്നെ സീ വേവ് എനർജി. കൈനറ്റിക് എനർജീസ് ഓഫ് സീ വേവ്സ് ആർ യൂട്ടിലൈസ്ഡ്. ഇനി അടുത്ത എനർജി എന്ന് പറയുന്നത് ഫോർത്ത് വൺ, എനർജി ഫ്രം ന്യൂക്ലിയർ ഡ്യൂറ്റീരിയം. എനർജി ഫ്രം ന്യൂക്ലിയർ ഡ്യൂറ്റീരിയം ഓഫ് ഓഷ്യൻസ്. ഡ്യൂറ്റീരിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണെന്ന് അറിയാലോ ഡ്യൂറ്റീരിയം. നമ്മുടെ ഓഷ്യൻ വാട്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഹെവി ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഡ്യൂറ്റീരിയം. ഓക്കെ, ഇറ്റ് ഈസ് ഐസോട്ടോപ്പ് ഹൈഡ്രജൻ ഹാവിങ് 1 proton and 1 neutron in its nucleus, റൈറ്റ്? അതാണ് ഡ്യൂറ്റീരിയം എന്ന് പറയുന്നത്, ചില്ലറക്കാരനല്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഈ ഒരു മേഖലയിൽ ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഹൈ എമൗണ്ട് ഓഫ് ഡ്യൂറ്റീരിയം ഡെപ്പോസിഷനെ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. സോ scientists are working hard to produce energy by carrying out controlled nuclear fission of deuterium isotope. This process is still in experimental stage. ഈ ഡ്യൂറ്റീരിയത്തിന് നമ്മൾ ശരിക്കും ന്യൂക്ലിയർ ഫിഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് മോർ എനർജി അല്ലേ? നമുക്ക് ന്യൂക്ലിയർ എനർജീസ് പോസിബിളാണ്. അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതും എന്താണ്? സി എനർജിയുടെ പാർട്ടാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ എനർജി, അഞ്ചാമത്തെ എന്ന് പറഞ്ഞത് എനർജി ഫ്രം സാലിനിറ്റി ഗ്രേഡിയൻ്റ് ഇൻ സി. എനർജി ഫ്രം salinity gradient in seas. ഇപ്പോൾ സാലിനിറ്റി എന്ന വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ? ഇറ്റ് കണക്ട്സ് വിത്ത് സോൾട്ട് അല്ലേ? സോൾട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. കടൽ നല്ല ഉപ്പാണ് അല്ലേ? ഉപ്പുവെള്ളമാണ് കടൽ. അപ്പോൾ എന്താണ് ഈ സാലിനിറ്റി ഗ്രേഡിയൻ്റ് ഇൻ സീ എന്ന് നോക്കാം. It is the differences in the concentration of salts in the water of 2 or more seas is called salinity gradient. Okay, it is a difference in the concentration of salts in the water of 2 or more seas is called salinity gradient. രണ്ട് ഓഷ്യൻസ് അതായത് രണ്ട് കടലുകൾ തമ്മിലുള്ള സോൾട്ടിൻ്റെ ഡിഫറൻസ്, സോൾട്ട് കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസിനാണ് അതിൻ്റെ സാലിനിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാലിനിറ്റി ഗ്രേഡിയൻ്റ് ഇപ്പോഴൊക്കെ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് നൗ എ ഡേ യൂസ് ടു ഒബ്റ്റെയിൻ എനർജി വിത്തിൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ ടെക്നിക്സ്. ഈ സാലിനിറ്റി ഗ്രേഡിയൻറ്റിൽ നിന്നും എനർജി യൂട്ടിലൈസ് ചെയ്യിക്കാനുള്ള ടെക്നിക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി സീ വേവ് എനർജി. ആൻഡ് ദ മോസ്റ്റ് ലാസ്റ്റ് വൺ, എല്ലാവരും നല്ല ഉഷാറായി കേട്ടോളൂ. ആറാമത്തെ നമ്മളുടെ സീ വേവ് എനർജി എന്ന് പറയുന്നത്, എനർജി ഫ്രം സീ വെജിറ്റേഷൻസ് ഓർ ബയോമാസ്. എനർജി ഫ്രം സീ വെജിറ്റേഷൻസ് ഓർ ബയോമാസ്.
Sea vegetation or biomass is another direct source of energy because enormous amount of seaweeds present in the sea water is provide endless supply of methane fuel. കടലിൻ്റെ അടിത്തട്ടിൽ കടലിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ കാണുന്നു അതിനേക്കാളും വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കടലിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നത്. ഒരുപാട് സീ വീഡ്സുകളുണ്ട്. ഈ സീ വീഡുകൾ എന്ത് ചെയ്യും? ദേ ക്യാൻ പ്രൊവൈഡ് എൻഡ്ലെസ് മീത്തേൻ ഫ്യൂവൽ. ഓക്കെ, ദേ ആർ ദി സപ്ലൈ ഓഫ് എൻഡ്ലെസ് മീത്തേൻ ഫ്യൂവൽസ്. അപ്പോൾ ഇതൊക്കെ എൻഡ്ലെസ് മീത്തേൻ ഫ്യൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പം ഇങ്ങനെ കടലിൻ്റെ ഉൾഭാഗവും കടലിലെ തിരമാലകളും ഇതിൽ നിന്നെല്ലാം എനർജീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ തെളിയിച്ചതാണ്. മനുഷ്യൻ തെളിയിച്ചിട്ടുള്ള 6 തരം എനർജീസുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നുള്ളത്. അപ്പോൾ ഈ ഒരു എനർജീസിൻ്റെ ഒക്കെ അറിവുള്ളതുകൊണ്ടാണ് നമ്മൾ കടലിനെ ചൂഷണം ചെയ്യുന്നത്. പലയിടത്തും നമ്മൾ കടലിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് മനുഷ്യന് ഉപകാരപ്രദത്തിലാക്കും. പക്ഷെ അതൊരിക്കലും പ്രകൃതിയെ എതിർത്ത് കൊണ്ടുള്ള ഒരു ചൂഷണം ആവരുത് എന്നുള്ള ഒരു പ്രോട്ടോക്കോളും ഉണ്ട്. അപ്പോൾ കടൽ ഇത്രയും വിശാലമാണ്, പ്രകൃതി ഇത്രയും വിശാലമാണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ കയ്യിലുണ്ട് അല്ലേ. പക്ഷേ ഒരു നിയമമുള്ളൂ, നമ്മൾ ഒരിക്കലും മറ്റ് പ്രകൃതിയെ വേദനിപ്പിച്ചു കൊണ്ടായിരിക്കരുത് ഈ ഒരു യൂട്ടിലൈസേഷൻ, ഈ ഒരു എനർജിനെ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലേ. അതും കൂടിയും ഒരു വാർണിംഗ് ആണ്, പ്രകൃതിയുടെ ഒരു വാർണിംഗ് ആണ്. അപ്പം ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകാത്ത ഒരു കാര്യമുണ്ട്, അതാണ് ലിമിറ്റേഷൻസ് ഓഫ് എനർജി ഫ്രം സീസ് അല്ലെങ്കിൽ ഓഷ്യൻസ്. എന്താണ് ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ എനർജീസിനൊക്കെ ലിമിറ്റേഷൻസ്? വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കടലിൽ നിന്നൊക്കെ എനർജി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കലി വി നീഡ് മോർ എക്കണോമിക്കൽ സപ്പോർട്ട് അല്ലേ. വളരെയധികം കാശ് ചിലവുള്ള കാര്യങ്ങളാണ് കടലിൽ നിന്നുള്ള എനർജി കൺവേർഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് എഴുതാം. അപ്പം നമുക്ക് നോക്കി പോവാം എന്താണ് ഈ ഒരു എനർജി ഫ്രം ഓഷ്യൻസിൻ്റെ ലിമിറ്റേഷൻസ്. ആക്ച്വലി ഓഷ്യൻ തെർമൽ എനർജി its efficiency is very low. ഇതിൻ്റെ എഫിഷ്യൻസി പറഞ്ഞത് വളരെ കുറവാണ്. ഓഷ്യൻ തെർമൽ എനർജി OT എന്ന് പറയാം അതിനെ. ഓഷ്യൻ തെർമൽ എനർജിയുടെ ഇതിൻ്റെ കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറയാൻ വളരെ ലോ ആണ്. 3% മുതൽ 4% ഒക്കെ വരെയുള്ള ഇതിൻ്റെ എനർജി. സോ പക്ഷേ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമാണ്. വി നീഡ് എ ലോട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദിസ്. ഓക്കെ, ഇപ്പോൾ നിരന്ന് കിടക്കുന്ന കടലിൽ നമ്മൾ ഊർജ്ജമാക്കി മാറ്റുക എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനായിട്ട് വേണം. അപ്പോൾ അതാണ് ഒരു മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാം, വേവ് എനർജി വേർ പവർ ഔട്ട്പുട്ട് ഈസ് വേരിയബിൾ ആൻഡ് പ്രസൻ്റ്ലി അവൈലബിൾ ഇൻ ടെക്നോളജീസ് ആർ എക്സ്പെൻസീവ്. നമ്മൾ വേവ് എനർജീനെ ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ വേവ് എനർജിയിൽ നമുക്ക് പവർ കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും. പക്ഷേ ആ ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ടെക്നോളജീസ് ഒക്കെ വേണം. അപ്പോൾ അത് ഇതിൻ്റെ വലിയൊരു ലിമിറ്റേഷനാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഡൽ എനർജി ഫോർ വിച്ച് very few suitable sites are available for construction of dams and power generation is interlimited and not very large. ടൈഡൽ എനർജീനെ നമുക്ക് എനർജി ഫോമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതിനും വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാം ക്രിയേറ്റ് ചെയ്യിക്കാനോ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് വി ക്യാൻ കൺസ്ട്രക്ട് എ ഡാം അക്രോസ് എ സീ അല്ലേ. ഒരു സീയുടെ അക്രോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡാം എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻ ലിമിറ്റേഷൻസുകളാണ് നമ്മുടെ ഓഷ്യൻ എനർജി.
ഓഷ്യൻ പരവരായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ആ എനർജി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഇൻവെസ്റ്റ് മോർ മണി ആൻഡ് വി നീഡ് മോർ ടെക്നോളജീസ് ആൻഡ് വി നീഡ് മോർ ഹാർഡ് വർക്ക് ഫോർ ദാറ്റ്. പക്ഷേ എന്നിരുന്നാലും മനുഷ്യൻ ഇപ്പോഴും ഓഷ്യൻ എനർജിയിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, സക്സസ് ആവാറുണ്ട്. അങ്ങനെ അപ് ടു ഡേറ്റ്സ് ഉള്ള ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട് ഓഷ്യൻ എനർജീസിനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓഷ്യൻ എനർജീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഓഷ്യൻ എനർജീനെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് ഓഷ്യൻ എനർജി എന്ന് പഠിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെയാണ് ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഓരോ ഓഷ്യൻ എനർജീസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. വാട്ട് ഡു യു മീൻ ബൈ ദിസ് ODE, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഹൗ വി ക്യാൻ കൺവേർട്ട് ദ ന്യൂക്ലിയർ ഡ്യൂറ്റീരിയം ഇൻ ദിസ് ഓഷ്യൻ, അല്ലെങ്കിൽ എന്താണ് ഓഷ്യൻ തെർമൽ എനർജി, സീ വേവ് എനർജി എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ആ ചെറിയൊരു ചോദ്യം, അങ്ങനെയുള്ള ഒരു ഷോർട്ട് ആൻസേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളിത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓരോന്നിൻ്റെയും എന്താണ് കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് യുവർ ഓൺ വേ. അപ്പോൾ ഇന്നത്തെ ഓഷ്യൻ എനർജിയുടെ ക്ലാസ് ഇവിടെ തീരുന്നു. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, നോട്ടുകൾ നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.